20-നുമിടയ്ക്ക് പ്രായമുള്ള സ്കൂളുകളിൽ പോകുന്ന നൂറുകണക്കിന് പെൺകുട്ടികളെ ട്രാപ്പിലാക്കി ഭീഷണിപ്പെടുത്തി അവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് പീഡിപ്പിച്ച രാജ്യം കണ്ട ഏറ്റവും വലിയ പീഡന കേസിലെ വിധി ഇക്കഴിഞ്ഞ ദിവസം പോക്സോ കോടതി പുറപ്പെടുവിച്ചിരുന്നു. മലയാളി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പുറകെയായതുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയാം. അജ്മീരിലെ പെൺകുട്ടികൾക്ക് ഒരു വിവാഹാലോചന വന്നാൽ അവരെ വിവാഹം കഴിക്കുന്ന കാര്യം ഒരു 10 വട്ടം ചിന്തിക്കുന്ന കാലമുണ്ടായിരുന്നു എന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അത്രയും ഭീകരമായിരുന്നു അജ്മീർ കേസ് എന്നത്. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ എടുക്കുക, ശേഷം അവരെ ആ ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുക, ഫാം ഹൗസിലേക്ക് കൊണ്ടുപോകുക, ലൈംഗികമായി പീഡിപ്പിക്കുക, അതിനുശേഷം അവരെ ഉപയോഗിച്ച് അവരുടെ സുഹൃത്തുക്കളെ കൂടി ഇതേ ട്രാപ്പിലാക്കി പീഡിപ്പിക്കുക. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഇതൊന്നുമായിരുന്നില്ല. അജ്മീറിലെ ദർഗയിലെ ഖാദിമും അയാളുടെ കുടുംബത്തിലെ ഏതാനും ചിലരും ചേർന്നാണ് ഇത് ചെയ്തത് എന്നതാണ്. ഹത്രസിൽ രോഷം കൊണ്ട കോൺഗ്രസുകാർക്ക് ഇതറിയില്ല. അജ്മീറിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഫറൂഖ് ചിഷ്ടിയാണ് ഈ കേസിലെ പ്രധാന പ്രതി എന്നത്. വൈസ് പ്രസിഡന്റ് നസീം ചിഷ്ടിയും കോൺഗ്രസ് പാർട്ടിയുടെ ജോയിന്റ് സെക്രട്ടറി അൻവർ ചിഷ്ടിയും ഇതിൽ പ്രധാന കണ്ണികളാണ്. അജ്മീറിലെ സ്കൂളിലെ ഒരു പെൺകുട്ടിയുമായി ഫാറൂഖ് പ്രണയം നടിക്കുന്നു. അതിനുശേഷം ആ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശേഷം വീഡിയോ ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി അവൾ മുഖാന്തരം മറ്റു പെൺകുട്ടികളെ ട്രാപ്പിലാക്കുന്നു. 1992 ഏപ്രിലിൽ അജ്മീറിലെ പകലുകൾ ഉണർന്നത് ഈ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. ദൈനിക് നവജ്യോതി എന്ന പത്രത്തിൽ സന്തോഷ് ഗുപ്ത എഴുതിയ ആ ലേഖനം ഈ രാജ്യത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു കളഞ്ഞ ഒന്നായിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിലും റിപ്പോർട്ടിലും 250-ൽ പരം പെൺകുട്ടികൾ ഈ ക്രൂരകൃത്യത്തിന് ഇടയായിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയുമുണ്ടായി. അന്നത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഷേഖാവത്ത് ഒരൊറ്റ കുറ്റവാളികൾ പോലും രക്ഷപ്പെടരുത് എന്ന കടുത്ത നിർദ്ദേശം പോലീസിന് നൽകി. എന്നിട്ടും പോലീസ് ആക്ഷൻ എടുക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. അതിന് പിന്നിലുള്ള ഉന്നതർ തന്നെയായിരുന്നു അതിൻ്റെ കാരണവും. സാക്ഷികളിൽ ഇരകളിൽ പലരും പ്രതികളുടെ പേര് വെളിച്ചത്തു വരാൻ തുടങ്ങിയതോടെ അവരെ പിന്നീട് കാണാതായി തുടങ്ങി. ചിലരൊക്കെ ആത്മഹത്യക്ക് കീഴടങ്ങി. പലരെയും ഭീഷണിപ്പെടുത്താനും അത് വരുതിക്ക് കൊണ്ടുവരാനും ശ്രമം തുടങ്ങി. മാധ്യമങ്ങളിൽ ചിലർ പെൺകുട്ടികളുടെ ഈ അവസ്ഥയെ മുതലെടുത്ത് അവരുടെ ചിത്രങ്ങൾ കാണിച്ച് കാശ് തട്ടാൻ പോലും തുടങ്ങി. അങ്ങനെ ഈ രാജ്യത്ത് നടത്തിയ ഏറ്റവും വലിയ സെക്സ് സ്കാൻഡൽ കേസിലെ അവശേഷിക്കുന്ന പ്രതികളെയെല്ലാം 2024 ഓഗസ്റ്റ് മാസം 20-ന് പോക്സോ കോടതി ശിക്ഷ വിധിച്ചിട്ടും പൂർണ്ണ നിശബ്ദം തന്നെയാണ്. ഈ കുറ്റകൃത്യം നിങ്ങൾ ഇനി തിരിച്ചിട്ട് ഒന്ന് നോക്കുക. പ്രശസ്തമായ ഒരു ഹിന്ദു ക്ഷേത്രം, അവിടുത്തെ പുരോഹിതൻ, അയാളുടെ ബന്ധുക്കൾ, BJPയുടെ ഒരു യുവമോർച്ച പ്രസിഡന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിവാർ സംഘടനയിലെ അംഗം, ഇങ്ങനെയായിരുന്നു കഥാസന്ദർഭമെങ്കിൽ ഇങ്ങനെയൊരു കഥയിലെ പ്രതികൾക്കാണ് ഇന്നലെ ഈ വിധി വന്നിരുന്നത്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഈ വിധി വന്നിരുന്നത് എങ്കിൽ നമ്മുടെ രാജ്യം എങ്ങനെ നിന്ന് കത്തിയേനെ എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. എന്തെല്ലാം പ്രചരണങ്ങൾ അവർ അഴിച്ചുവിട്ടേനെ. ബിൽക്കിസ് ബാനു വിഷയം എങ്ങനെയാണ് അവർ ഹിന്ദുത്വത്തിനെതിരെ നാണം കെട്ട രീതിയിൽ ഉപയോഗിച്ചത്. അജ്മീറിൽ അവർ നിശബ്ദരാണ്. ഈ നിശബ്ദതയാണ് മതേതരത്വം കൊണ്ട് ഈ രാജ്യം നേടിയെടുത്ത നഷ്ടങ്ങൾ എന്നും പറയാതെ വയ്യ.